വിവാദത്തിനൊടുവിൽ വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ UDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ രാജിവെച്ചു. BJP പിന്തുണയിൽ വിജയിച്ച 2 അംഗങ്ങളാണ് രാജി നൽകിയത്. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ BJPയെ UDF അംഗങ്ങൾ സഹായിച്ചു. ആലപ്പുഴ നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI LDFന് പിന്തുണ നൽകി. തിരുവനന്തപുരത്ത് BJPയുടെ R ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. LDFന് ഭൂരിപക്ഷമുള്ള വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDF അംഗങ്ങൾ വിജയിച്ചത് വിവാദമായിരുന്നു. ഈ പഞ്ചായത്തിൽ 9 സീറ്റ് LDFനും 8 സീറ്റ് UDFനും 4 സീറ്റ് BJPക്കുമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ 2 UDF അംഗങ്ങൾ 12 വോട്ട് കിട്ടി വിജയിച്ചു. BJP അംഗം എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംഭവത്തിൽ CPM വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് UDF അംഗങ്ങൾ രാജി നൽകിയത്. കോൺഗ്രസിന്റെ 8 വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. കൂടാതെ അഡീഷണൽ 4 വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നു. ആ വോട്ടുകൾ BJPയുടെ വോട്ടുകളാണ് എന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ആ സ്ഥാനം കയറ്റി. ആലപ്പുഴയിൽ SDPI പിന്തുണയോടെ LDF അംഗങ്ങൾ വിജയിച്ചു. വാർഡ് വളപ്പിലെ SDPI അംഗം സഹില മോളാണ് LDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ BJPയെ സഹായിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് UDFലെ 4 അംഗങ്ങൾ BJP അംഗത്തിന് വോട്ട് ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 വയനാട്.